ഹലോ ഗൈസ്, എല്ലാവർക്കും സിവിലിയൻസിലേക്ക് സ്വാഗതം. ഇന്ന് പതിവിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് നമ്മൾ കുറച്ച് പേരോട് ചോദിക്കാൻ വേണ്ടി പോവാം. ആദ്യമേ ഞാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അസീം ചേട്ടനോടാണ്. അസീം ചേട്ടാ, എങ്ങനെയാണ് മഴ മെഷർ ചെയ്യുന്നതെന്ന് പറയൂ. ഉറക്കെ പറയണ മാഫിനി. അത് എനിക്കറിയാൻ മേല ഏത് ഭാഷയാണെന്നുള്ളത്. ദീപിനോടുള്ള ചോദ്യം ഇതാണ്, എങ്ങനെയാണ് മഴ നമ്മൾ മെഷർ ചെയ്യുന്നത്? ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. മഴ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അറിയത്തില്ല. റെയിൻ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മഴ മാപിനി ഉപയോഗിച്ച് മഴ മാപ്പിനി പായിട്ടിട്ട് വള്ളി റെയിൻ ഗേജ് വെച്ചിട്ട് അറിഞ്ഞൂടാ. റെയിൻ ഗേജ് മഴ മാപിനി വെച്ചിട്ടാണ്, റെയിൻ ഗേജ് വെച്ചിട്ടാണ്. അങ്ങനെയൊക്കെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് മഞ്ഞ് അളക്കുന്നത്? മഴ പെയ്യുന്ന അളക്കുന്ന ആ ഉപകരണത്തിന്റെ അപ്ഡേഷൻ വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. അറിയത്തില്ല. അറിയണമെന്നുണ്ടോ? ഈ വീഡിയോയുടെ അവസാനം നീ നോക്കണം, എന്താണ് ഉത്തരം ഞാൻ പറയും. അഭിഷേകം ഉണ്ട്. എടാ, എങ്ങനെയാണ് മഴ മെഷർ ചെയ്യുന്നത്? ഞാൻ കേട്ടു റെയിൻ ഗേജ്. സത്യസന്ധനായ കള്ളൻ. റെയിൻ ഗേജ്, അവൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ചോദ്യം, എങ്ങനെയാണ് മഞ്ഞ് മെഷർ ചെയ്യുന്നത്? സ്നോ ഗേജ്. അപ്പൊ മഴ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ സ്വന്തം അമല മിസ് പറയാൻ പോവാണ്. റെയിൻ ഗേജ് യൂസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ സ്നോ മെഷർ ചെയ്യുന്ന അതർ നെയിംസും കൂടെ ഉണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. അന്ന് പറഞ്ഞോ. പ്ലൂവിയോമീറ്റർ, ഓംബ്രോമീറ്റർ, അതുപോലെ തന്നെ ഹൈറ്റോമീറ്റർ എന്നും കൂടെ പറയും. സ്നോ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? വലിയ പാടൊന്നുമില്ല. ആ റെയിനെ മാറ്റി സ്നോ അങ്ങ് ആക്കിയാൽ മതി. സ്നോ ഗേജ്. ഇനി ഞാൻ അടുത്ത ഒരാളോട് ചോദിക്കണമെങ്കിൽ ഏത് ചോദ്യം ചോദിക്കണം? വിൻഡ് സ്പീഡ് മെഷർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു. നമ്മുടെ സ്വന്തം അഞ്ജലി മിസ് തിരിഞ്ഞിരിക്കും. പറയാൻ പറ്റത്തില്ല, വാക്കുകളില്ല. അനിമോമീറ്റർ. വിൻഡിന്റെ സ്പീഡ് എങ്ങനെ അളക്കുന്നത്? അനിമോമീറ്റർ. പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരറിയാവോ? അത് ബാരോമീറ്റർ. പുലിയാണ്. ഉപകാരപ്പെടുന്ന കുറച്ച് പേരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം അമല മിസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഐസോ നിഫ് എന്ന് പറയുന്നത് എന്ത് സെയിം ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പറയാം? നമ്മൾ കേട്ടിട്ടുണ്ട് ഐസോ ബാർ, പ്രഷർ സെയിം ആയിട്ട് വരുന്നതാണ് ഐസോ ബാർ എന്ന് പറയുന്നത്. അതുപോലെ ഐസോ നിഫ് എന്ന് പറയുന്നത് ഏത് സാധനം സെയിം ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പറയാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സെഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ദിസ് ഈസ് ജിസിൻ സൈനിങ് ഓഫ് ഫ്രം സിവിലിയൻസ്. താങ്ക് യു.